ഹായ് ഡിയേഴ്സ്, ഞാൻ ലയന. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നൊരു ഇലച്ചെടിയുടെ വീഡിയോ ആണ്. ഇത് ഡ്രക്സീന വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്. നമ്മൾ കുറേ ആയിട്ട് ഇപ്പോൾ പൂച്ചെടികൾ മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഇലച്ചെടി ആവാമെന്നു വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ പേര് ഡ്രക്സീന സുർക്കുലോസ അല്ലെങ്കിൽ ഗോൾഡസ് ഡ്രക്സീന, സ്പോട്ടഡ് ഡ്രക്സീന എന്നൊക്കെ പറയുന്ന ചെടിയാണിത്. നല്ല ഭംഗിയുള്ള ഇലകളാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൽ പൂക്കളും ഉണ്ടാവും, പക്ഷെ പൂക്കൾ അത്ര ഒരു കളർഫുൾ ആയിട്ടുള്ള പൂക്കളൊന്നുമല്ല, വെളുത്ത പൂക്കളാണ് ഉണ്ടാവുന്നത്. പക്ഷെ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉള്ള പൂക്കളാണ്. പക്ഷെ പൂക്കൾ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ചെടി കുറച്ച് വലുതായിട്ടൊക്കെ നന്നായിട്ടൊന്ന് പഴകി കഴിയുമ്പോഴാണ് പൂക്കൾ വരുന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ ഷെയർ ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ്. ഈ ചെടി എന്ന് പറയുന്നത് മറ്റ് ഡ്രക്സീന ചെടികളെ പോലെ തന്നെയാണ് ഈ ചെടിയും. ഒരുപാട് കെയർ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല, പക്ഷെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ചട്ടിയിൽ വളർന്നിരിക്കുകയും ചെയ്യുന്ന ചെടികളാണ്. അപ്പോൾ ഡ്രക്സീന മാർജിനാറ്റ അതുപോലെ ഡ്രക്സീന റിഫ്ലെക്സ്, ആ രണ്ട് പ്ലാന്റ്സിൻ്റെയും വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാവുന്നതാണ്. അപ്പോൾ ഈ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ ചെടിയിൽ നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത്, ഉച്ചയ്ക്കൊക്കെ വെയിൽ കിട്ടുന്ന സ്ഥലമാണ് നമ്മുടെ ഈ ചെടി ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ചെടി ഒരു ഡള്ളായ ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പം അങ്ങനത്തെ വെയിൽ ചെടിക്ക് വേണ്ട. ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് വേണ്ട, ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് ഈ ചെടിക്ക് വേണ്ടത്. ഈ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തൈകൾ പൊട്ടി പൊട്ടി വന്ന് ഈ ചെടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ തൈകൾ പൊട്ടി വന്നിട്ട് ചട്ടി നിറഞ്ഞ് വരുന്ന ഒരു പ്രകൃതമാണ് ഈ ചെടിക്ക്. അപ്പം അങ്ങനെ നിറഞ്ഞ് വളർന്ന് നല്ല ഭംഗിയായിട്ട് വരും നമുക്ക്. അപ്പം അതിൽ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് നമ്മുടെ ചെടിയെ വെക്കേണ്ടത്. എന്നാൽ മാത്രമാണ് അതിൻ്റെ ഇലകൾ നല്ല ഭംഗിയായിട്ടിരിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ചട്ടിയിലെ മണ്ണിൽ കുറച്ച് നനവ് നിൽക്കുന്ന രീതിയിൽ നമ്മുടെ മണ്ണ് എടുക്കുക അതിൽ. അപ്പോൾ അതുകൊണ്ട് നല്ല ഇലകളൊക്കെ നന്നായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മണ്ണാണ് വേണ്ടത്. അപ്പം ഇതിലിപ്പോൾ നമുക്ക് മണൽ മിക്സ് ചെയ്യണം എന്നില്ല. ചട്ടിയിലെ മണ്ണെടുക്കുമ്പോൾ നമ്മുടെ മണ്ണ് മാത്രം എടുത്താൽ മതി. മണ്ണും അതുപോലെ നന്നായിട്ട് ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചെടിയെ അതിൽ വളർത്താൻ പറ്റും. പിന്നെ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് മണൽ കുറച്ച് വേണമെങ്കിൽ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. നന്നായിട്ട് ചാണകപ്പൊടിയാണ് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചാണകപ്പൊടിയും കമ്പോസ്റ്റും ഒക്കെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം വാർന്നു പോയിക്കോളും. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു മണ്ണിൽ നമുക്ക് ഈ ചെടിയെ നടാവുന്നതാണ്. പിന്നെ നമ്മുടെ വരാന്തയിലൊക്കെ വെച്ച് വളർത്താവുന്ന ചെടിയാണ്. ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടാത്തൊരു സ്ഥലത്ത്, അതല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡോറായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ബ്രൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഇൻഡോർ സ്ഥലത്ത്, നമുക്ക് ഇൻഡോർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഈ ചെടിയെ വെക്കാവുന്നതാണ്. നല്ല ഭംഗിയുള്ള ചെടിയാണ്, നല്ല ഭംഗിയാണ് ഇലകൾ കാണാനായിട്ട്. അപ്പോൾ ഈ ഇലകളിൽ ഈ ഷെയ്ഡ് കറക്റ്റായിട്ട് കിട്ടാനാണ് ഈ ഇൻഡയറക്റ്റ് സൺലൈറ്റ് എന്ന് പറയുന്നത്. നേരിട്ടുള്ള സൂര്യപ്രകാശത്തിലാണെങ്കിൽ ഉച്ചക്കലത്തെ വെയിലൊക്കെ കൊണ്ടിരിക്കുന്ന ചെടി വല്ലാതെ ഡള്ളായിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പം അങ്ങനെ നമ്മുടെ ചെടിയെ വെക്കാതിരിക്കുക. ഒരുപാട് കീടശല്യങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഡ്രക്സീന സുർക്കുലോസ എന്ന് പറയുന്നത്. ഈ ചെടി ഞാൻ കമ്പുകുത്തി പിടിപ്പിച്ചതാണ്. അപ്പോൾ കമ്പുകുത്തി പിടിപ്പിക്കുമ്പോൾ ഈ ചെടി ഞാൻ റൂട്ടിംഗ് ഹോർമോണൊന്നും യൂസ് ചെയ്തിട്ടല്ല കമ്പുകുത്തി പിടിപ്പിച്ചത്. അപ്പം ഇത്ര ഉള്ളൊരു കമ്പാണ് ഞാൻ കുത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇത് ഉണങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ ഉണങ്ങിപ്പോയാലും ഇത് നിന്നിരുന്ന ആ ഒരു ഭാഗത്ത് അതിൻ്റെ തൈ പോലെ പൊട്ടി വന്നിട്ടുണ്ടാവും. അപ്പം ഇതിൻ്റെ കമ്പുകൾ നമ്മൾ കുത്തി കഴിയുമ്പോൾ അതിലൊരനക്കം ഇല്ലാതെ കുറേ നാൾ നിൽക്കും. ചിലപ്പോൾ നമ്മൾ കുത്തുന്ന ആ ഒരു കഷ്ണത്തിലുള്ള ഇലകൾ ഉണങ്ങിപ്പോവും. പക്ഷേ കമ്പിനൊരു പച്ചപ്പ് ഉണ്ടാവും. അത് അങ്ങനെ തന്നെ നിൽക്കും, കുറേ നാൾ അങ്ങനെ നിൽക്കും. പിടിച്ചോ ഇല്ലയോ എന്ന് പോലും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. പക്ഷേ അതിൻ്റെ അടിയിൽ നിന്നും ഇതുപോലെയുള്ള ചെറിയ ചെനപ്പുകൾ പൊട്ടി വരും. അപ്പം അങ്ങനെയാണ് നമ്മളത് പിടിച്ചു എന്ന് മനസ്സിലാവുക. ചില കമ്പുകളുടെ അതിൻ്റെ ആ ഒരു ഗ്രോയിങ് ടിപ്പിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഇലകൾ വരും. മിക്കവാറും കമ്പുകളുടെയൊക്കെ ഇങ്ങനെ അടിയിൽ നിന്നും ഇതുപോലെയുള്ള തൈകൾ പൊട്ടി വരുമ്പോഴാണ് നമുക്കത് പിടിച്ചിട്ടുണ്ടെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിൻ്റെ തൈകൾ പിടിച്ച ആ കമ്പുകൾ കുത്തുമ്പോൾ അത് പിടിച്ച് വരാനായിട്ട് കുറേ സമയം എടുക്കുമെങ്കിലും അതിന് കറക്റ്റായിട്ട് കമ്പുകൾ കുത്തിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നനയുടെ കാര്യം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ചട്ടിയിലെ നനവ് നിൽക്കുന്ന രീതിയിൽ നനയ്ക്കുക. ചട്ടി ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ നനയ്ക്കുക. അതിപ്പോൾ 2 ദിവസം കൂടുമ്പോഴാണ് ചട്ടി ഡ്രൈ ആവുന്നതെങ്കിൽ അപ്പം നമ്മൾ നനയ്ക്കാൻ ശ്രദ്ധിക്കുക.
വളം കൊടുക്കാനും അതുപോലെ ശ്രദ്ധിക്കുക. നമ്മൾ കറക്റ്റായിട്ടുള്ള കണ്ടീഷൻസ് കൊടുത്തിട്ടും നമ്മുടെ ചെടി ഡള്ളായ രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതിന് വളമില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വളം നമുക്ക് ഈ ചെടിക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നനയുടെ കാര്യവും സൺലൈറ്റിൻ്റെ കാര്യവും പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ചെടി നന്നായിട്ട് നമുക്ക് നമ്മുടെ ചട്ടിയിൽ നിൽക്കും. കീടങ്ങൾ അങ്ങനെ അധികമൊന്നും ആക്രമിക്കാത്ത ചെടികളാണ് നമ്മുടെ ഡ്രക്സീന ചെടികൾ. അപ്പോൾ അതുപോലെ ഈ ചെടിക്ക് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ചെടിയാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിൽ വളർത്താൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഗാർഡനിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.